ക്വിക്ക് റിവിഷൻ ക്യാപ്സ്യൂളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അവിടെ എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വിക്ക് റിവിഷനായി നിങ്ങൾ കണ്ടിരിക്കേണ്ട വീഡിയോസ്, അതായത് അല്ലെങ്കിൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ കവർ ചെയ്തിരിക്കേണ്ട ടോപ്പിക്സ് നിങ്ങൾ എങ്ങനെ പഠിക്കുകയാണെങ്കിലും ഈ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഇതെല്ലാം ഞാൻ സബ്ജക്ട് വൈസ് ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാംസിന്, അത് KCB ആയിക്കോട്ടെ മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ പലതവണ ചോദിച്ചതും നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. 15ഓളം PYQ ടെസ്റ്റ് സീരീസ്, അതായത് പ്രീവിയസ് ഇയർ കഴിഞ്ഞ 2021 മുതൽ 25 വരെ ചോദിച്ചിട്ടുള്ള കേരള PSCയുടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസും നല്ല അതായത് ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള PYQ ടെസ്റ്റ് സീരീസ് 15 എണ്ണം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അറ്റംപ്റ്റ് ചെയ്തിട്ട് പോവാം. മോഡ്യൂളിനും ഒരു പുതിയ ഷെഡ്യൂൾ അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇനി ഒരു ഷെഡ്യൂൾ തന്ന് അത് വെച്ചിട്ട് ഇന്ന വീഡിയോസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാൻ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ടോപ്പിക്കിലും നിങ്ങൾ കണ്ടിരിക്കേണ്ട വീഡിയോസ് അല്ലെങ്കിൽ ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം ഐഡന്റിഫൈ ചെയ്ത് അത് ഹാൻഡ് പിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു പുതിയ ഫോൾഡർ ആക്കി, ഒരു ക്വിക്ക് റിവിഷൻ ഫോൾഡർ ആക്കി തരികയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾ അത് മാത്രം കണ്ടുപോയത്, വേറെ ഒന്നിനും സമയമില്ലെങ്കിൽ അത് മാത്രം കണ്ടിട്ട് പോയാൽ മതി. 150ഓളം ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അറ്റംപ്റ്റ് ചെയ്യുക. ഇനി 150 എഴുതാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അവസാനം മോക്ക് ടെസ്റ്റ് മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള ടെസ്റ്റുകൾ വെറുതെ സബ്മിറ്റ് കൊടുക്കുക, ആൻസർ കീ നോക്കുക, എക്സ്പ്ലനേഷൻ നോക്കുക, അത് പഠിച്ചിട്ട് പോവുക, അതിലൂടെ റിവിഷൻ നോക്കുക. ക്വിക്ക് റിവിഷൻ ഫോർ KCB AE ബൈ ട്രാൻസ്ഫർ എന്നൊരു ഫോൾഡർ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ലാസ്റ്റ് 30 ഡേയ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ഏറ്റവും സെലക്റ്റീവ് ആയിട്ട് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ള ഏരിയാസ് മാത്രമാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. അത് അങ്ങനെ അല്ലാതെ ഇട്ടിരിക്കുന്ന ഒരേ ഒരു സബ്ജക്റ്റേ ഉള്ളൂ. കാരണം അതിൽ നമ്മളൊന്ന് സ്കിപ്പ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ച് പോകാനും പറ്റും. അപ്പോൾ അതൊഴിച്ച് ബാക്കി എല്ലാത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് മെഷീൻസ് ഫുള്ളായിട്ട് പഠിക്കുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇവിടെയും നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് ട്രാൻസ്ഫോമേഴ്സിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ആ ഫോൾഡറിൽ കയറി നോക്കിയാൽ മതി. അതിൽ നിങ്ങൾക്ക് അറിയാം. മെഷീൻസ് പോലെ തന്നെ നമുക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അതിൽ തന്നെ ജനറേഷനിൽ നിങ്ങൾ ഒരു ക്ലാസ് വീഡിയോ കാണാൻ നിൽക്കരുത്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാ ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ജനറേഷനിൽ അത് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെസ്റ്റുകൾ മാത്രം അറ്റംപ്റ്റ് ചെയ്യുക. ജനറേഷൻ കഴിഞ്ഞു. ട്രാൻസ്മിഷൻ ആണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? സർജ് ഇംപെഡൻസ് ചോദിക്കാറുണ്ട്, സർജ് ഇംപെഡൻസ് ലോഡിംഗ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ ബൈ ട്രാൻസ്ഫർ എക്സാമിൻ്റെ ഒരു 30 ഡേ സ്റ്റഡി പ്ലാൻ ആണ്. നമുക്ക് അറിയാവുന്നതുപോലെ ഈ എക്സാമിന് വേണ്ടി ഇനി നമ്മുടെ കയ്യിലുള്ളത് ഏകദേശം 30 ദിവസമാണ്. അപ്പോൾ ഈ 30 ദിവസം കൊണ്ട് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു സ്ട്രാറ്റജി വേണം. അവിടെ ഈ 30 ദിവസം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഹൈ വെയിറ്റേജ് ഉള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ നിന്ന് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രാറ്റജി നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. ഇനി ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും പ്രധാന കൺസേൺ എന്ന് പറയുന്നത് സമയമില്ലായ്മയാണ്. ഒന്ന് എക്സാമിന് നോട്ടിഫിക്കേഷൻ നമ്മൾ കാര്യമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ എക്സാമിന് പഠിക്കുന്ന എല്ലാവരും തന്നെ വളരെ ടൈറ്റ് ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാനായിട്ട് മാറ്റിവെക്കാൻ പറ്റുന്ന സമയത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ തീർച്ചയായും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മിനിമം സമയത്ത് പഠിക്കാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഒരുപാട് കുട്ടികളുടെ ഒരു കൺസേൺ ആണ് എങ്ങനെ നമുക്ക് ഈ ഹൈ വെയിറ്റേജ് ഏരിയസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് തരാമോ എന്നുള്ള പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ക്വറീസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ 30 ഡേയ്സ് കൊണ്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെലക്റ്റീവ് സ്റ്റഡി എങ്ങനെ നടത്താം. ഒപ്പം നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ തന്നെ സബ്ജക്ട് വൈസ് മാർക്സും അതുപോലെ തന്നെ മൈക്രോ അനാലിസിസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ കേരള PSCയുടെ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന എക്സാംസ് എല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ വെയിറ്റേജ് ടോപ്പിക്സും മസ്റ്റ് വാച്ച് ടോപ്പിക്സ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ തന്നെ ഒരു പവർ പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടാവും. ഒപ്പം എങ്ങനെയായിരിക്കണം റിവിഷൻ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു ദിവസം നിങ്ങൾ മിനിമം എത്ര സമയമെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. അപ്പോൾ പ്രധാനമായി ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്വിക്ക് റിവിഷൻ ക്യാപ്സ്യൂളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അവിടെ എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വിക്ക് റിവിഷനായി നിങ്ങൾ കണ്ടിരിക്കേണ്ട വീഡിയോസ്, അതായത് അല്ലെങ്കിൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ കവർ ചെയ്തിരിക്കേണ്ട ടോപ്പിക്സ് നിങ്ങൾ എങ്ങനെ പഠിക്കുകയാണെങ്കിലും ഈ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഇതെല്ലാം ഞാൻ സബ്ജക്ട് വൈസ് ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ സബ്ജക്ട് വൈസ് ഞാൻ ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെയാണ് നിങ്ങൾ മിനിമം കണ്ടിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒട്ടും സമയമില്ലെങ്കിൽ പോലും നിങ്ങൾ മിനിമം കണ്ടിരിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്ത് ഒരു ഫോൾഡർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ആ ഫോൾഡർ നിങ്ങളുടെ കോഴ്സിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. ഇനി തന്നെ പഠിക്കുന്നവരാണെങ്കിൽ പോലും ഈ ടോപ്പിക്സ് എന്തായാലും മിസ്സാക്കാതെ പോവുക. കാരണം ഇതെല്ലാം കഴിഞ്ഞ
ഡിഗ്രി ലെവൽ എക്സാംസിന്, അത് KCB ആയിക്കോട്ടെ മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ പലതവണ ചോദിച്ചതും നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി PYQ ടെസ്റ്റ് സീരീസ് 15ഓളം PYQ ടെസ്റ്റ് സീരീസ്, അതായത് പ്രീവിയസ് ഇയർ കഴിഞ്ഞ 2021 മുതൽ 25 വരെ ചോദിച്ചിട്ടുള്ള കേരള PSCയുടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസും നല്ല അതായത് ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള PYQ ടെസ്റ്റ് സീരീസ് 15 എണ്ണം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത് അറ്റംപ്റ്റ് ചെയ്തിട്ട് പോവാം. ഒപ്പം PYQ ബുക്ക്ലെറ്റ്സ്, അതായത് ഡിഗ്രി ലെവലിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ബുക്ക്ലെറ്റ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് പോവാം. കാരണം ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് എഴുതാനുള്ളൊരു സമയം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ടെസ്റ്റ് എഴുതണം. പക്ഷേ നിങ്ങൾക്ക് ആ ടെസ്റ്റ് എഴുതാൻ പോലും ഫുൾ ടെസ്റ്റുകളും എഴുതാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടെസ്റ്റ് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷനും ഒന്ന് വായിച്ചിട്ട് പോവാം. കാരണം തീർച്ചയായിട്ടും അതിനുള്ള എക്സ്പ്ലനേഷൻ എല്ലാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനും റിവൈസ് ചെയ്യാനും പെട്ടെന്ന് സാധിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഇനി സെലക്ടഡ് ഷോർട്ട് നോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫുൾ സിലബസും അല്ലെങ്കിൽ ഫുൾ ഏരിയാസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തുടക്കം മുതൽ അവസാനം. കാരണം നമ്മുടെ കോഴ്സിൽ തന്നെ ഒരുപാട് ഷോർട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് വായിച്ചിട്ട് പോകാനുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പോൾ സെലക്ടഡ് ആയിട്ട് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഷോർട്ട് നോട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഉൾപ്പെടെ ഞാനിവിടെ പറയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വിക്ക് റിവിഷൻ ക്യാപ്സ്യൂൾ സ്റ്റഡിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെങ്ങനെ വേണം, അത് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളതെല്ലാം നിങ്ങളൊന്ന് കണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് അറിയാവുന്ന പോലെ ഇതാണ് നമ്മുടെ 10 മോഡ്യൂൾസ് ഉള്ളത്. ഈ 10 മോഡ്യൂളിനും ഒരു പുതിയ ഷെഡ്യൂൾ അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇനി ഒരു ഷെഡ്യൂൾ തന്ന് അത് വെച്ചിട്ട് ഇന്ന വീഡിയോസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാൻ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ടോപ്പിക്കിലും നിങ്ങൾ കണ്ടിരിക്കേണ്ട വീഡിയോസ് അല്ലെങ്കിൽ ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം ഐഡന്റിഫൈ ചെയ്ത് അത് ഹാൻഡ് പിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു പുതിയ ഫോൾഡർ ആക്കി, ഒരു ക്വിക്ക് റിവിഷൻ ഫോൾഡർ ആക്കി തരികയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾ അത് മാത്രം കണ്ടുപോയത്, വേറെ ഒന്നിനും സമയമില്ലെങ്കിൽ അത് മാത്രം കണ്ടിട്ട് പോയാൽ മതി. ഇനി ഇൻവേർട്ടഡ് ആയിട്ട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ പ്രിപ്പറേഷൻ 90% ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, ആ കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അതിൻ്റെ ഒരു കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്തിയിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആപ്ലിക്കേഷണൽ ക്വസ്റ്റൻസും ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നല്ലാതെ 100% തിയററ്റിക്കൽ ക്വസ്റ്റൻസോ 100% ന്യൂമറിക്കൽ ക്വസ്റ്റൻസോ ആയിരിക്കില്ല. അതിൽ തന്നെ ന്യൂമറിക്കൽസ് ഉണ്ടാവും, തിയററ്റിക്കൽ ക്വസ്റ്റൻസ് ഉണ്ടാവും, ആപ്ലിക്കേഷണൽ ക്വസ്റ്റൻസ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ആ ഒരു എക്സാം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അങ്ങനെ ഒരു എക്സാമിൽ നിങ്ങൾ ഫേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻസ് വളരെയധികം നല്ലതായിരിക്കണം. അതായത് ഒരു ദിവസം ഒരു 1 hour എങ്കിലും മിനിമം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അതൊരു 45 to 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ OMRലേക്ക് നിങ്ങളുടെ നോളജ് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ വായിച്ച് പോകരുത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മൾ 150ഓളം ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അറ്റംപ്റ്റ് ചെയ്യുക. ഇനി 150 എഴുതാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അവസാനം മോക്ക് ടെസ്റ്റ് മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള ടെസ്റ്റുകൾ വെറുതെ സബ്മിറ്റ് കൊടുക്കുക, ആൻസർ കീ നോക്കുക, എക്സ്പ്ലനേഷൻ നോക്കുക, അത് പഠിച്ചിട്ട് പോവുക, അതിലൂടെ റിവിഷൻ നടത്തുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അനാലിസിസ് പറഞ്ഞത്. ഇതിൻ്റെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തിരിഞ്ഞു വരയ്ക്ക് ഇത്തവണ വരാൻ പോകുന്നത്. ബട്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അറിയാവുന്ന ക്വസ്റ്റ്യൻ മിനിമം സമയത്ത് എഴുതി ആ മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രാക്ടീസ് ഇല്ലാതെ പറ്റില്ല. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്വിക്ക് റിവിഷൻ ക്യാപ്സ്യൂളിൽ ഈ ക്വിക്ക് റിവിഷൻ ഫോൾഡർ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. നോക്കുക, ഇവിടെ ഞാൻ ക്വിക്ക് റിവിഷൻ ഫോർ KCB AE ബൈ ട്രാൻസ്ഫർ എന്നൊരു ഫോൾഡർ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ സിലബസ് പ്രകാരം നിങ്ങളുടെ ഇപ്പോൾ ഉള്ള കോഴ്സിൽ ഉള്ള ഫോൾഡേഴ്സിൻ്റെ അതേ പേര് തന്നെയാണ്, പക്ഷേ ഇതൊരു മെയിൻ ഫോൾഡറിൻ്റെ അകത്തായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൻ്റെ അകത്തോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ലാസ്റ്റ് 30 days നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ഏറ്റവും സെലക്റ്റീവായിട്ട് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ള ഏരിയാസ് മാത്രമാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. അത് അങ്ങനെ അല്ലാതെ ഇട്ടിരിക്കുന്ന ഒരേ ഒരു സബ്ജക്റ്റേ ഉള്ളൂ. കാരണം അതിൽ നമ്മളൊന്ന് സ്കിപ്പ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ച് പോകാനും പറ്റും. അപ്പോൾ അതൊഴിച്ച് ബാക്കി എല്ലാത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് ലെങ്തി ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. കാരണം ഓരോ പോയിന്റും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സബ്ജക്റ്റും ഫോൾഡർ വൈസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സോൾവ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, കേരള PSCയുടെ ഡിഗ്രി ലെവലിൻ്റെ സോൾവ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ മോഡ്യൂൾ വൈസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്തൊക്കെയാണ്, അതിൽ തന്നെ പോയിന്റ്സ് ടു നോട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിലേക്ക് പോയാലോ. ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ട്സിൽ നിങ്ങൾ മസ്റ്റായി കണ്ടിരിക്കുന്ന ഈ 3 വീഡിയോസ് എന്തായാലും കണ്ടിരിക്കുക. എഗെയിൻ നിങ്ങൾക്ക് അറിയാം, നോഡൽ ആൻഡ് മെഷ് അനാലിസിസ് അറിയാമെങ്കിൽ ഒരുവിധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ന്യൂമറിക്കൽസ് എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് അറിയില്ലെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് പോകാം. തെവെനിൻസ് ഇക്വിവലന്റ് സർക്യൂട്ട് എന്താണെന്ന് നോക്കുക, നോർട്ടൺസ് ഇക്വിവലന്റ് സർക്യൂട്ട് എന്താണെന്ന് നോക്കുക, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്താണെന്ന് നോക്കുക. അതിൽ തന്നെ
AC സർക്യൂട്ട്സിലുള്ള MPT തിയറത്തിൻ്റെ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നും അതിലെ ഫൈനൽ റിസൾട്ട്സ് ഒന്ന് നോക്കിയിട്ട് പോവുക. കാരണം ഇത് മറന്നു പോകാൻ സാധ്യതയുള്ളതാണ്. ഇത് മാത്രം നിങ്ങൾ ഈ ഒരു സർക്യൂട്ട്സിൽ നോക്കിയാൽ മതിയാവും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. കാരണം ബാക്കി ഫുള്ളൊന്നും, അതായത് മെഷ് അനാലിസിസ് എന്താണ്, കറണ്ട്, വോൾട്ടേജ്, അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ മോഡ്യൂൾ അങ്ങ് സ്കിപ്പ് ചെയ്യാൻ, ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതി. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാം. റെസിസ്റ്റൻസിൻ്റെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ റെസിസ്റ്റൻസിൻ്റെ സ്ട്രെച്ചിങ്ങും കംപ്രസിങ്ങും ഡിഫറെൻറ്റ് കേസസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഡയറക്റ്റ്ലി വിത്തിൻ സെക്കൻഡ്സ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. വിത്ത് ടേബിൾ വൈസ് നമ്മൾ തന്നിട്ടുണ്ട്. അതിൻ്റെ തന്നെ ക്വിസസ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിലെല്ലാം ഡെയിലി ക്വിസ് എന്ന രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കേസസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് പോയാലും മതി. അപ്പോൾ പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി മാഗ്നറ്റിസം പെട്ടെന്ന് സ്കോർ ചെയ്യാൻ. ഈ ഫസ്റ്റ് 2 മോഡ്യൂളിലും മാക്സിമം മാർക്ക് 10ൽ 7 8 നിങ്ങൾ എന്തായാലും സ്കോർ ചെയ്തിരിക്കണം. അപ്പോൾ ഇനി മാഗ്നറ്റിസം ആണെങ്കിലോ ആകെ നിങ്ങൾ 2 3 വീഡിയോ കണ്ടാൽ മതി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാഗ്നറ്റിസത്തിൻ്റെ ക്വിക്ക് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതിലെല്ലാ ടേംസും അതിൻ്റെ യൂണിറ്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പോവാം. ഇനി അതിനോടൊപ്പം തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ 2 പാർട്ട് തന്നിട്ടുണ്ട്. അതെന്തായാലും കണ്ടിട്ട് പോകാം. കാരണം അത് മറന്നു പോകാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്താണ്, അതിൻ്റെ തന്നെ ഓരോ പാരാമീറ്റേഴ്സ്, സസെപ്റ്റബിലിറ്റി എന്താണ്, പെർമിബിലിറ്റി എന്താണ്, അതിൻ്റെ റേഞ്ച് എന്താണ്, അതെങ്ങനെയാണ്, ക്യൂറി ടെമ്പറേച്ചർ എന്താണ്, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് പോകാം. കാരണം അത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതാണ്. ഇനി അതൊന്ന് കണ്ടിട്ട് പോവാം. ഇനി അതിനും സമയമില്ല എങ്കിൽ അതിൻ്റെ ടെസ്റ്റ് എങ്കിലും അറ്റൻഡ് ചെയ്ത് പോകാം. കാരണം ഈ കാര്യങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നോക്കിയിട്ട് പോവാം. പിന്നെ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു മെറ്റീരിയൽസിൻ്റെ കമ്പാരിസൺ ചോദിക്കാറുണ്ട്. അതായത് ഡയമാഗ്നറ്റിക് ആണെങ്കിൽ, പാരാമാഗ്നറ്റിക് ആണെങ്കിൽ, ഫെറോ ആണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ എല്ലാ ടേംസും അതിൻ്റെ യൂണിറ്റ്സും ഒന്ന് പഠിച്ചിട്ട് പോവാം. ഇതാണ് മാഗ്നറ്റിസം. ഈ 2 മോഡ്യൂൾസും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. മിനിമം സമയം പഠിച്ചാൽ മതി. ഓക്കെ, ആ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് AC ഫണ്ടമെന്റൽസിലാണെങ്കിൽ നിങ്ങൾ ബാക്കി ഞാനിവിടെ പോയിന്റ്സ് നോട്ട് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. ബേസിക്സ് ക്ലിയർ ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റെസനൻസ് ആണ്. ആ റെസനൻസിന്റെ 4 വീഡിയോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 5 വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഈ 5 വീഡിയോസും നിങ്ങൾ എന്തായാലും കണ്ടിട്ട് പോവാം. അറിയാമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കാരണം റെസനൻസ് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ളത് പോലെ തന്നെ ഒരു ചെറിയ ഏരിയയിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വേണോ ഫ്രെയിം ചെയ്യാൻ പറ്റും. എന്നാൽ ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ, എന്താണ് ഓരോ ടേമും മീൻ ചെയ്യുന്നത്, ക്യൂ ഫാക്ടർ എന്താണ്, സെലക്ടിവിറ്റി എന്താണ്, അതിന് തന്നെ ഡിഫറെൻറ്റ് പാരലൽ സീരീസിൻ്റെ ഒക്കെ എക്വേഷൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് അല്ലെങ്കിൽ ആൻസർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. നോക്കിയിട്ട് പോവാം. ഇനി അടുത്തതാണ് മെഷീൻസ്. ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് മെഷീൻസ് ഫുള്ളായിട്ട് പഠിക്കുക എന്നുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെയും നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് ട്രാൻസ്ഫോമേഴ്സിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ആ ഫോൾഡറിൽ കയറി നോക്കിയാൽ മതി. അതിൽ നിങ്ങൾക്ക് അറിയാം. അതിൽ തന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് ലോസസിൻ്റെ ട്രാൻസ്ഫോമർ അറിഞ്ഞിരിക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ് 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ ഏത് ടൈപ്പ് കോൺഫിഗറേഷൻ ആണ് വേണ്ടത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതൊന്ന് നോക്കുക. കറൻസിൻ്റെ ട്രാൻസ്ഫോമർ നോക്കുക, ലോസസിൻ്റെ ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രം നോക്കുക. അല്ലാതെ ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കോറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പോകാം. അതിനേ നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ. ഇനി DC മെഷീൻസ് ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട കാര്യമാണ് എന്ത്, ആർമേച്ചർ റിയാക്ഷൻ, സ്പീഡ് കൺട്രോൾ, സ്റ്റാർട്ടിംഗ് ഓഫ് DC മെഷീൻസ്, അതിൻ്റെയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് നോക്കിയിട്ട് പോവുക. ഇതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. ഇനി സിങ്ക്രണസ് മെഷീൻസ് ആണെങ്കിലോ, ബേസിക്സ് ഓഫ് സിങ്ക്രണസ് മെഷീൻസ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ അതിലേക്കൊന്നും പോകണ്ട. ആർമേച്ചർ റിയാക്ഷൻ സിങ്ക്രണസ് മെഷീൻസ് നോക്കുക. ഷുവർ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയ ആണ്. വ്യക്തമായിട്ട് എല്ലാ കേസസും ഉൾപ്പെടെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുക. പവർ ആംഗിൾ കർവ്, സിങ്ക്രണസ് മോട്ടർ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, പവർ ആംഗിൾ കർവ് ആണെങ്കിലും വി കർവ്, ഇൻവെർട്ടഡ് വി കർവ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് പോകാം. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയും ബേസിക്സ് ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അത് ഈ മെൻഷൻ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് വീഡിയോസ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഷെഡ്യൂൾ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇൻഡക്ഷൻ മെഷീൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ ടോർക്ക് സ്ലിപ്പ് കാര, സ്റ്റാർട്ടിംഗ് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ, സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടർ, ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് പോവുക. അപ്പോൾ ഇതാണ് മെഷീൻസിൻ്റെ അകത്തുള്ള ഫോൾഡർ സ്ട്രക്ചർ. ഇതിൻ്റെ അകത്തും ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ക്ലാസ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്ത് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. അത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇതെല്ലാം നിങ്ങൾക്ക് ഈ 30 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും. നിങ്ങൾ സബ്ബിനും ഒക്കെ പഠിച്ചു തന്നെയായിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട വീഡിയോസ് ആണ് ഇട്ടിരിക്കുന്നത്. നമ്മളിതിൽ PYQസിൻ്റെ തന്നെ സെപ്പറേറ്റ് സെഷൻസ്, അതായത് ലോജിക് ഗേറ്റ്സ്, കോമ്പിനേഷൻ സർക്യൂട്ട്സിൻ്റെ PYQ, സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ADC DEC ഒക്കെ നമുക്ക് 2 വീഡിയോ ഉണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ PYQ എങ്കിലും എന്ത് ചെയ്യുക, കണ്ടിട്ട് പോവുക. അതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ 10 മാർക്കിന് വരുന്നൊരു ചോദ്യമാണ്. പെട്ടെന്ന് അടിച്ചെടുക്കാൻ
പറ്റുന്ന 10 മാർക്കാണ്. അപ്പോൾ അതിന് ഇതൊന്ന് കണ്ടേക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക് ഗേറ്റ്സ് കാണാം, സീക്വൻഷ്യൽ സർക്യൂട്ട്സ് കാണാം, PYQ ഡിസ്കഷൻസ് കാണാം. ഇതാണ് ഈ ഒരു മോഡ്യൂളിൽ നിങ്ങൾ അത്യാവശ്യമായ അല്ലെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കേണ്ടത് ഈ 3 ഏരിയാസ് ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ? മ്യൂപ്പി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 വീഡിയോസ് കാണുക. അതിൽ തന്നെ ഇന്റേണൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ പിൻ ഡയഗ്രാം കാണുക, ഇന്റേണൽ ആർക്കിടെക്ചർ നോക്കുക, PYQ ഡിസ്കഷൻ നോക്കുക. ഇത്രയും മാത്രം കണ്ടിട്ട് പോവുക. നിങ്ങൾക്ക് അഥവാ ഒട്ടും ഐഡിയ ഇല്ലാത്ത സബ്ജക്റ്റ് ആണ്, സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ 1-2 ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്തത്. ഇനി ആ 1-2 ചോദ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പഠിക്കണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇന്റർണൽ ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അധികം എഫേർട്ട് ഇല്ലാതെ തന്നെ പഠിക്കാൻ പറ്റും. പ്രോഗ്രാമിലേക്ക് നിങ്ങൾ പോകണമെന്ന് ഞാൻ ഇപ്പോൾ പറയില്ല, കാരണം നമുക്ക് അതിനുള്ള സമയമില്ല. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി പവർ സിസ്റ്റം, മെഷീൻസ് പോലെ തന്നെ നമുക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അതിൽ തന്നെ ജനറേഷനിൽ നിങ്ങൾ ഒരു ക്ലാസ് വീഡിയോ കാണാൻ നിൽക്കരുത്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാ ക്ലാസിൻ്റെ അവസാനം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ജനറേഷനിൽ അത് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെസ്റ്റുകൾ മാത്രം അറ്റംപ്റ്റ് ചെയ്യുക. ജനറേഷൻ കഴിഞ്ഞു. ട്രാൻസ്മിഷൻ ആണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? സർജ് ഇംപെഡൻസ് ചോദിക്കാറുണ്ട്, സർജ് ഇംപെഡൻസ് ലോഡിംഗ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട്, കൊറോണ എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് ചോദിക്കാറുണ്ട്, എല്ലിൻ്റെയും സിയുടെയും അതായത് ഇൻഡക്ടൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് അതിൻ്റെ ഫൈനൽ ഇക്വേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഫെറാൻറ്റി എഫക്ട് എന്താണ്, സ്ട്രിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോവുക. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഇതും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആ ഫോൾഡേഴ്സിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടില്ല. ഇനി അതുപോലെ സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ, തീർച്ചയായിട്ടും നിങ്ങൾ ആ ടൈപ്സ് ഓഫ് റിലേ, അതിൻ്റെ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ TSM എന്ന ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയർ എന്താണ്, പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ എന്താണ്, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അതിന് ചോദിക്കാറുണ്ട്. എളുപ്പത്തിൽ അടിച്ചെടുക്കാൻ പറ്റുന്ന മാർക്കാണ്. അതുകൊണ്ട് സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെയും വീഡിയോസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫോൾട്ട് അനാലിസിസിൽ ഫോൾട്ട് കറണ്ട് ഇക്വേഷൻസ് മാത്രമേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൾട്ട്, LL ഫോൾട്ട്, LG ഫോൾട്ട്, LLG ഫോൾട്ട്, ഇതിൻ്റെയൊക്കെ ഫൈനൽ കറണ്ടിൻ്റെ ഇക്വേഷൻ മാത്രം ഒന്ന് നോക്കിയിട്ട് പോവുക. ലോഡ് ഫ്ലോ അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസിൻ്റെ 2 ഫോൾഡർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ട് പോവാം. എനിക്ക് തോന്നുന്നു ഏകദേശം 6-7 വീഡിയോസ് ഉണ്ട്, അതൊന്ന് എന്തായാലും കണ്ടിട്ട് പോവാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതിൻ്റെ ടെസ്റ്റുകൾ മാത്രം, ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് പവർ സിസ്റ്റത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമാണ് നമ്മൾ ഈ ഫോൾഡേഴ്സിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് പവർ ഇലക്ട്രോണിക്സ്. അവിടെയും നമ്മൾ റെക്ടിഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും കണ്ടിട്ട് വേറെ എന്ത് കാണാൻ സമയമില്ലെങ്കിലും റെക്ടിഫയേഴ്സും ചോപ്പേഴ്സും നിങ്ങൾ കണ്ടിട്ട് പോവുക. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടിട്ട് പോവുക. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സിൻ്റെ കാര്യങ്ങൾ ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. സെലക്റ്റീവായിട്ട് പഠിക്കുക. ഓപ്പാംസ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. CMMR, സ്ലൂ റേറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ, അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അതൊന്ന് കണ്ടിട്ട് പോവുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന പവർ ഇലക്ട്രോണിക്സ് എന്ന മോഡ്യൂളിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, റെക്ടിഫയേഴ്സ് എന്തായാലും കണ്ടിട്ട് പോവുക. അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടിട്ട് പോവുക. ചോപ്പേഴ്സ് കണ്ടിട്ട് പോവുക. അതിൻ്റെയും കൺക്ലൂഷൻ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോവുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ സിസ്റ്റം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ സിസ്റ്റത്തിലെ എല്ലാ കാര്യങ്ങളും പഠിക്കാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. കാരണം കൺട്രോൾ സിസ്റ്റത്തിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ 10 മാർക്ക് നമുക്ക് പെട്ടെന്ന് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പറ്റുമെങ്കിൽ അത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ½ an hour to 1 hour സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൺട്രോൾ സിസ്റ്റം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാൻ ഞങ്ങൾ പറയുന്നില്ല. എസ്പെഷ്യലി അതിൽ ബോഡി പ്ലോട്ട്, റൂട്ട് ലോക്കസ്, ഗെയിൻ മാർജിൻ, ഫേസ് മാർജിൻ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, അതിൽ നിന്ന് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ റൂത്ത് ഹെർബിറ്റ്സ് ക്രൈറ്റീരിയ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇതൊക്കെ ഓടിച്ച് നോക്കിയിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് തെറ്റാനുള്ള സാധ്യതകൾ കുറവാണ്. പെട്ടെന്ന് മിനിമം സമയം കൊണ്ട് പഠിക്കാനും മിനിമം സമയം കൊണ്ട് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് കൺട്രോൾ സിസ്റ്റം. അതുകൊണ്ട് അതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, അത്രയും പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. അവിടെയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പഠിക്കാൻ പറയുന്നില്ല. അഗെയിൻ വാട്ട് മീറ്റേഴ്സ് ആൻഡ് എനർജി മീറ്റേഴ്സ്, അവിടെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ചോദ്യം എല്ലായ്പ്പോഴും ചോദിക്കാറുണ്ട്. മീറ്റർ കോൺസ്റ്റന്റ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കുക. റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടേക്കുക. കേരള PSC ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഇത്രയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമെങ്കിലും നിങ്ങൾ കണ്ടിട്ട് പോകാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് ഒരുപാട് സമയം കളയണ്ട. CRO എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. പക്ഷേ CROയുടെ നമ്മളൊരു 3-4 വീഡിയോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാൻ നിൽക്കേണ്ട. നോട്ട്സ് മാത്രം വായിച്ചിട്ട് പോകുക. അതാണ് സെലക്റ്റഡ് ആയിട്ടുള്ള നോട്ട്സ് അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന ക്വിക്ക് റിവിഷൻ ഫോൾഡറിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CROയുടെ നോട്ട്സ് കണ്ടിട്ട് പോവുക. എനർജി മീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ മീറ്റർ കോൺസ്റ്റന്റ്, എനർജി മീറ്ററിൻ്റെ വർക്കിംഗ്, അതുമായി ബേസ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ടെസ്റ്റുകളെ അറ്റംപ്റ്റ് ഓൾ എക്സാംസ്, കാരണം തിയറിറ്റിക്കലാണ്. പഠിച്ച് ഇതിനെയും കാട്ടി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതാണ്. അത് കണ്ട് പഠിക്കുന്നതിനെയും കാട്ടി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും എളുപ്പം. അതൊന്ന് കണ്ടിട്ട് പോവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു ട്രിക്കി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും കണ്ടിട്ട് പോവുക, തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോവുക. ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് എല്ലാം നിങ്ങൾ കണ്ടിട്ട് പോവുക. ഈ പറയുന്ന പോലെ സാമ്പിളിംഗ് തിയറം ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു മാർക്ക് എന്തായാലും അതിൽ നിന്ന് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ല എങ്കിൽ ബേസിക് സിഗ്നൽസും അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും മാത്രമേ നോക്കാവൂ. ഒരുപാട് ഡെപ്തിലേക്ക് പോരുത്, മറന്നു പോകുന്നൊരു ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രം സിഗ്നൽസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിൽക്കുക, ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് പോവുക. അല്ലെങ്കിൽ ബേസിക് സിഗ്നൽസ് ഉണ്ടല്ലോ, ആ ബേസിക് സിഗ്നൽസും ബേസിക് സിഗ്നൽ ഓപ്പറേഷൻസും ഓരോന്നിനും ഓരോ വീഡിയോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, ആ വീഡിയോസ് മാത്രം കണ്ടിട്ട് പോവുക. ക്ലിയർ ആണോ? അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് സ്റ്റഡിക്ക് പോകരുത്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ട്രാൻസ്ഡ്യൂസർ. അടുത്ത മോഡ്യൂൾ എന്ന് പറയുന്നത് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. അതിൽ നിങ്ങൾ രണ്ട് വീഡിയോ കാണുക, ട്രാൻസ്ഡ്യൂസേഴ്സും ഇൻട്രോ ടു ട്രാൻസ്ഡ്യൂസേഴ്സും കാണുക. സ്കോറിംഗ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇതൊന്നും നിങ്ങൾ മെയിൻ സമയത്ത്, അതായത് നിങ്ങളുടെ കോർ സ്റ്റഡി ടൈമിലല്ല പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഡ്യൂട്ടിയുടെ എന്തെങ്കിലും സമയം കിട്ടുമ്പോഴോ ട്രാവൽ ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഫില്ലറായിട്ട് പഠിക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഇത് ട്രാൻസ്ഡ്യൂസേഴ്സിൽ വരുന്ന, അല്ലെങ്കിൽ ആ മോഡ്യൂൾ 10ാമത്തെ മോഡ്യൂളിൽ വരുന്ന എല്ലാ ടോപ്പിക്സും. ഡിസൈൻ ആൻഡ് വയറിംഗ്, അവിടെ നിങ്ങൾ ഈ 4 വീഡിയോസ് കണ്ടാൽ മതി. അതായത് വയറിംഗ് സിസ്റ്റംസും എർത്തിങ് സിസ്റ്റമും, അതിൽ തന്നെ ടൈപ്സ് ഓഫ് വയറിംഗ്, ഇതും ഈ പറയുന്ന പോലെ ഗ്യാപ്പ് ഫില്ലറായിട്ട് നിങ്ങൾ കാണുക. കോർ ടൈമിൽ ഇത് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. തിയററ്റിക്കലാണ്. നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ നിങ്ങൾ ആപ്പിൻ്റെ അകത്ത് ഷോർട്ട് നോട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി പോയാലും നിങ്ങൾക്ക് മതിയാവും. ഓക്കെ, ഗ്യാപ്പ് ഫില്ലേഴ്സ് ആയിട്ട് ഇതും ഈ ട്രാൻസ്ഡ്യൂസേഴ്സ് ഒക്കെ ഗ്യാപ്പ് ഫില്ലേഴ്സ് ആയിട്ട് പഠിക്കുക. കോർ സമയം നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യരുത്. ഇനി അതുപോലെ തന്നെ ബാറ്ററി ആൻഡ് സെൽസിൽ വേറെ ഒന്നും കണ്ടില്ലെങ്കിലും ഫൈനൽ റിവിഷൻ സെഷൻ മാത്രം കാണുക. അതിൻ്റെയും ഷോർട്ട് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പ് ഫില്ലറാണ്, ഫ്രീ ആയിട്ടുള്ള ടൈം മാത്രം കാണുക. ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെ ഇലുമിനേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് അതിൽ പറഞ്ഞിട്ടുള്ള ടേംസ് ഒക്കെ അറിയാമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഷോർട്ട് നോട്ട്സ് മാത്രം വായിച്ചിട്ട് പോയാൽ മതി. എഗെയിൻ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് 2 ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. 2 ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും ഒരു ഷോർട്ട് നോട്ടും, അതിൻ്റെ ബാക്കിൽ തന്നെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് വളരെ സിമ്പിളായിട്ട് ഒപ്പിക്കാം. മാത്രമല്ല ഇതൊക്കെ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് പഠിച്ചാൽ, അതായത് തൊട്ട് തലേന്നോ അല്ലെങ്കിൽ ജസ്റ്റ് 1-2 ദിവസത്തിന് മുമ്പ് നിങ്ങൾ പോകുമ്പോഴോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴോ പഠിച്ചാലും മതിയാവും. ഗ്യാപ്പ് ഫില്ലേഴ്സ് ആണ്, വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഇത്രയും രീതിയിൽ, അതായത് ക്വിക്ക് റിവിഷൻ ഫോൾഡർ ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് അറിയേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോക്കുക, ഷോർട്ട് നോട്ട്സ് അതിൽ ഏറ്റവും സെലക്റ്റഡ് ആയിട്ടുള്ള, ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ട്സ് മാത്രമായിരിക്കും നമ്മുടെ എവിടെ ഉണ്ടാവുക, ഈ ഇതിൻ്റെ അകത്ത്, ഈ ക്വിക്ക് റിവിഷൻ ഫോൾഡറിൻ്റെ അകത്ത് ഷോർട്ട് നോട്ട്സിൻ്റെ അകത്ത് ഉണ്ടാവുക. അതായത് ആവശ്യമുള്ളത്. ബാക്കി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് എല്ലാ ഷോർട്ട് നോട്ട്സും നിങ്ങളുടെ മെയിൻ ഫോൾഡേഴ്സിനകത്തുണ്ട്. ഇവിടെ ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് നമുക്ക് പിന്നെ എന്തായിരുന്നു ഉള്ളത്, PYQ ടെസ്റ്റ് സീരീസ് 15 ഉണ്ട്. അതുപോലെ തന്നെ PYQ ബുക്ക്ലെറ്റ്സ് ഉണ്ട്. ആ PYQ ബുക്ക്ലെറ്റ്സ് ആണ് എന്ത്, സോൾവ്ഡ് PYQ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ്സ് ആണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. അതും നമ്മുടെ ആപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും, നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് ഈ 2025 നടന്ന, അതായത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള ഉണ്ടാവും, ഹാർബർ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, കഴിഞ്ഞ ബൈക്ക് ട്രാൻസ്ഫർ എക്സാമിൻ്റെ ഉണ്ടാവും, KCB റെഗുലർ എക്സാമിൻ്റെ ഡയറക്ട് റിക്രൂട്ട്മെന്റിന്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അതിന് മുമ്പത്തെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആയിട്ട് നമ്മുടെ ആപ്പിൻ്റെ അകത്ത് ആപ്പ് വ്യൂ ഫോർമാറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് നോക്കുക. അതായത് ഈ ക്വിക്ക് റിവിഷൻ ഫോൾഡറിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ, ഞാൻ നേരത്തെ വീണ്ടും ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഓൾറെഡി മെജോറിറ്റി ഏരിയാസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ആ ഫോർമാറ്റിൽ തന്നെ പോവുക, ബാക്കിയുള്ളത് കവർ ചെയ്ത് ബാക്കിയുള്ള ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. ഇത് ഈ 30 ദിവസം നിങ്ങൾക്ക് മാക്സിമം ഒരു കൺസൈസ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു 100% പ്രിപ്പറേഷൻ അല്ല, സെലക്റ്റീവ് സ്റ്റഡിയാണ്. അപ്പോൾ ഈ സെലക്റ്റീവ് സ്റ്റഡി കൊണ്ട് നിങ്ങൾ മാർക്സ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി മാക്സിമം പ്രിപ്പറേഷൻ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തതിലൂടെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ടൈം ഒരുപാട് സേവ് ചെയ്യാം. ഡൗട്ട് വരുന്നത് മാത്രം പോയി ഈവൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് വീണ്ടും ഒരു സെലക്റ്റീവ് സ്റ്റഡി നടത്താം. ഈ ടോപ്പിക്സിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഡൗട്ട് വരുന്ന ഈ വീഡിയോസ് മാത്രം കണ്ടാലും മതി. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ടൈം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ള ടെസ്റ്റ് സീരീസ് സമയമില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ പറയുന്ന ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ആൻസറും എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് പോവാം. അപ്പോൾ അങ്ങനെയെങ്കിലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആയിരിക്കും. എന്നിട്ട് അവസാനം ഒരു 10 മോക്ക് എക്സാം എങ്കിലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് പോവാം. അത് ഒരു മടിയും വിചാരിക്കരുത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഈ നമ്മുടെ എക്സാം ഹാളിൽ നമ്മുടെ സ്പീഡും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നൊരു ഐഡിയ, ഒരു പ്രാക്ടീസ് കിട്ടുള്ളൂ. അതുകൊണ്ട് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാതെ നിങ്ങൾ പോകരുത്. വായിച്ചുകൊണ്ട് ജസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ പെർഫോമൻസ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ കൊണ്ടുവരാൻ പറ്റില്ല. ദയവ് ചെയ്ത് ഇത് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സിഗ്നൽസ് ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ഏരിയാസ് ആണെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ന്യൂ ഏരിയാസ്. പുതിയ ഏരിയാസ് തേടി പോകരുത്. പഠിച്ചത് റിവൈസ് ചെയ്യുക. സെലക്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ ബ്രഷപ്പ് ചെയ്ത് പോവുക. ഇനി ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇത്രയും സമയമില്ലെങ്കിൽ പോലും നിങ്ങളുടെ നോട്ട്സ് നിങ്ങൾ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുക. കാരണം ആ നോട്ട്സ് ആയിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് ഒരു 5 to 6 ഡേയ്സ് നിങ്ങൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. നോട്ട്സ് റെഗുലർലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോവുക. അതിലൊരു മടിയും വിചാരിക്കരുത്. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി തന്നെ നമ്മൾ ടെസ്റ്റുകളുടെ ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. അതൊക്കെ അതേപോലെ
അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. പിന്നെ പവർ പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞു 30 days ആണ് നമ്മുടെ ഉള്ളത്. ഡെയിലി 45 മുതൽ 50 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ 45 ക്വസ്റ്റ്യൻ 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ 10 മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 45 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലെങ്തി ഉള്ള ന്യൂമറിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം എക്സ്ട്രാ എടുക്കുക. അല്ലെങ്കിൽ ഈ 45 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ മാക്സിമം 1 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ എടുക്കരുത്. ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് 30 ദിവസമുണ്ട്. ഒരു ദിവസം 3 to 4 hours പഠിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് 30 ദിവസം കൊണ്ട് ഒരു 100 hours എങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആ 100 hoursനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സെലക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനും ടെസ്റ്റുകളും റിവിഷനും ഈ ഷോർട്ട് നോട്ട് ഒക്കെ കാണാനായിട്ട് നിങ്ങൾ എഗെയിൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് നോട്ട്സ് ഗ്യാപ്പ് ഫില്ലേഴ്സ് ഒന്നും ഞാൻ ഈ 100 hours കൂട്ടുന്നില്ല. അത് നിങ്ങൾ അല്ലാതെ തന്നെ സമയം കണ്ടുപിടിക്കുക. അതായത് ഇടയിൽ ഡ്യൂട്ടിയുടെ ഇടയിലോ അല്ലെങ്കിൽ ട്രാവലിൻ്റെ ഇടയിലോ ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 5-10 മിനിറ്റ് മതി നിങ്ങൾക്ക് ഒരു ഷോർട്ട് നോട്ടിൻ്റെ മെയിൻ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 100 hours നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇനിയുള്ള 30 ദിവസത്തിൽ കുറച്ച് കൂടുതലുണ്ട്, 31, 32, 33 ദിവസമൊക്കെ ഉണ്ടാവും. പക്ഷേ ആ അത്രയും ദിവസത്തിനുള്ളിൽ നിങ്ങൾ 100 to 120 hours, അതായത് ഒരു ദിവസം 3 മുതൽ 4 മണിക്കൂർ എന്തായാലും നിങ്ങൾ പഠിക്കുക. ഈ ഇത്രയും ഹൈ വെയിറ്റേജ് ഏരിയാസ് കണ്ടുപിടിക്കുക. ആ കാര്യങ്ങൾ അതിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 45 ക്വസ്റ്റ്യൻ ഡെയിലി അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം 1000-1500ഓളം ക്വസ്റ്റ്യൻസ്, ഒരു 40 ക്വസ്റ്റ്യൻ തന്നെ ഇരിക്കട്ടെ, ഒരു 1200ഓളം ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 45 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ടെസ്റ്റ് സീരീസ് ഉള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനാണ് ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു റിവിഷൻ ഓരോ ദിവസവും നിങ്ങൾ 4 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ പഠിക്കുക. 1 മണിക്കൂർ തീർച്ചയായും അന്ന് പഠിച്ചതും അതിൻ്റെ തലേന്ന് പഠിച്ചത് റിവിഷൻ നടത്തിയിരിക്കണം, അല്ലെങ്കിൽ മറന്നു പോകും. ഇനി ഞാൻ 150ഓളം ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 100 എണ്ണം അറ്റംപ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ പറയുന്നത്. ഇനി അത്രയും പറ്റില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഈ 100 എണ്ണവും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സിൽ കൂടി കണ്ണോടിക്കുക. ഇനി അവസാനത്തെ 1 വീക്ക് തീർച്ചയായും ഒരു ദിവസം നിങ്ങൾ ഒരു 5 ടെസ്റ്റ് വെച്ചെങ്കിലും എഴുതുക. ടൈം ബൗണ്ട് ആയിട്ട് എഴുതുക. മാർക്ക് നോക്കണ്ട, തെറ്റുന്നത് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഫൈനൽ ഡേ 17 മാർച്ചിൽ നിങ്ങൾ പോയി എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറേ നാളിന് ശേഷം ഒരു എക്സാം എഴുതുന്ന ഒരു ഫീല് കിട്ടില്ല. അതിന് വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളുടെ പെർഫോമൻസിനെ ഒരു മാർക്കെങ്കിലും കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ വേണ്ടെന്ന് വെക്കരുത്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ തന്നെ നമ്മൾ ഓൾറെഡി ഇത്രയും ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ PYQ ടെസ്റ്റ് 15 നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് റീസെൻ്റ്ലി ചോദിക്കുന്നതെന്നുള്ളത്. അപ്പോൾ PYQ ടെസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 10 സബ്ജക്ട് ടെസ്റ്റുകളും 5 പാർട്ട് ടെസ്റ്റുമായിട്ട് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. കണ്ടിട്ട് പോവാം. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഡെയിലി ക്വിസസ് ഒക്കെ നമ്മുടെ ടെലഗ്രാമിൻ്റെ സ്റ്റഡി സർക്കിളിൽ, പവർ സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്യാറുണ്ട്. അതൊക്കെ എല്ലാ ദിവസവും ഈ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് ഓടിച്ച് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്തിട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ക്വിസസ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്, സ്റ്റഡി സർക്കിളിൽ, പവർ സർക്കിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവുക. ഈ 30 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കോർ ഒരുപാട് കൂട്ടാൻ പറ്റും. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ജോലിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതൊക്കെ എന്നേക്കാൾ നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി ഈ 30 ദിവസം ഒരു 100 മുതൽ 150 മണിക്കൂർ എങ്ങനെയെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ കാർഡ്സ്, ക്യൂ കാർഡ്സ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലും നമ്മുടെ കോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻ കാർഡ്സ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകാം. കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ റിവൈസ് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ കാർഡ്സ് അല്ലെങ്കിൽ ക്യൂ കാർഡ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ധൈര്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം തന്നെയാണ് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ 30 ദിവസം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടൊരു സ്ട്രാറ്റജി കൊണ്ടുവന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഹൈ വെയിറ്റേജ് ഏരിയാസ് ആ ക്യാപ്സ്യൂൾ അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കൊണ്ടുവരാൻ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ്, PYQ ടെസ്റ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ്, ബുക്ക്ലെറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. 30 ദിവസം ധാരാളമാണ് നിങ്ങൾക്ക് ഈ ഒരു സെലക്റ്റീവ് സ്റ്റഡി നടത്താനായിട്ട്. മാക്സിമം നിങ്ങളുടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ സെലക്റ്റീവ് സ്റ്റഡി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു പരിധി വരെ നിങ്ങളുടെ കൺസേൺസും ക്വയറീസും ഞാൻ അഡ്രസ്സ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും സ്റ്റഡി പ്ലാൻ സെഷൻസ് ആയിട്ട് കാണാം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക.